ഹായ് മക്കളെ, സൈലം ആപ്പിൽ ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള റെഫർ ആൻഡ് ഏൺ എന്ന ഫീച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ആക്ച്വലി ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇപ്പോൾ ഈ റെഫർ ആൻഡ് ഏൺ? പല ഫീച്ചേഴ്സും സൈലം ആപ്പിലെ പല ഫീച്ചേഴ്സും നിങ്ങൾ കണ്ട ആൾക്കാരാണ് അല്ലേ? ആ കണ്ട ആൾക്കാർക്ക് മെയിനായിട്ട് വരുന്ന ഡൗട്ടാണ്, എന്താണ് ആക്ച്വലി ഈ റെഫർ ആൻഡ് ഏൺ? ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ സൈലം ആപ്പ് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കും. ഈ പർച്ചേസ് ചെയ്തില്ല, ജസ്റ്റ് നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്തെന്ന് വിചാരിക്കും. ആ ലോഗിൻ ചെയ്ത ഏതൊരാൾക്കും സൈലം ആപ്പ് പർച്ചേസ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ലോഗിൻ ചെയ്ത ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണിത്. എന്താണ് ഫീച്ചർ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കാം. ആ ഓപ്പൺ ആക്കിയിട്ട് ഏതൊരു ബ്രാഞ്ച് എടുക്കാം. അതായത് നമ്മൾ സ്കൂൾ വൈസ് ആവാം, അല്ലെങ്കിൽ എന്താവും എൻട്രൻസ് വൈസ് ആവാം. ഏത് ക്ലാസ് നിങ്ങൾക്ക് എടുക്കാം. ആ ക്ലാസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത് ഷെയർ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷെയർ ചെയ്യുന്ന കോഴ്സുകൾ ചിലപ്പോൾ എന്താവാം, അത് എൻട്രൻസ് കോഴ്സുകളാവാം, ചിലപ്പോൾ സ്കൂൾ ട്യൂഷൻ കോഴ്സുകളാവാം, ഏതാവട്ടെ. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്ത് അവർ ആ കോഴ്സ് പെർസ്പെക്റ്റീവ് കോഴ്സ് എന്ത് ചെയ്യുക, അവർ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്കും പോയിൻറ്റ്സ് കിട്ടും, അതേപോലെ പർച്ചേസ് ചെയ്ത ആൾക്കും എന്ത് ചെയ്യും, പോയിൻ്റ് കിട്ടും. ഓരോ കോഴ്സിനും ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആണ്. അതായത് എൻട്രൻസ് കോഴ്സുകൾ എടുത്താൽ 400 പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടുക. എന്നാൽ സ്കൂൾ ട്യൂഷൻ കോഴ്സുകളാണെങ്കിലോ 100 പോയിൻ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ആർക്കാണോ ഷെയർ ചെയ്യുന്നത് അവർക്കും കിട്ടും. ഇനി വാട്ട് ഈസ് പോയിൻ്റ്? ഈ പോയിൻ്റ് കൊണ്ട് എന്താ കാര്യം, ഓരോ പോയിൻറ്റും ഓരോ രൂപയാണ്. അതായത് 400 പോയിൻ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്താ 400 രൂപ കിട്ടും. 100 പോയിൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സ് അറിയുന്നതാണ്, 100 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു റെഫർ ആൻഡ് ഏണിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ മനസ്സിലായി, പോയിൻ്റ് കിട്ടി, പൈസ കിട്ടി. വാട്ട് ഈസ് നെക്സ്റ്റ്? രണ്ടാളുണ്ടല്ലോ അവിടെ. ആരാ? ലിങ്ക് അയച്ചു കൊടുക്കുന്ന ഞാനും ഉണ്ട് അല്ലേ, അത് കിട്ടുന്ന കൂട്ടുകാരനുണ്ട്. അയച്ചു കൊടുക്കുന്ന എനിക്ക് 2 ഓപ്ഷൻസാണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡീം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പൈസ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ആ ഒരു പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ റെഡ്യൂസ് ചെയ്യാം, ഡിസ്കൗണ്ടായി യൂസ് ചെയ്യാം. എന്നാൽ കിട്ടുന്ന ആൾക്ക് അവരൊരു കോഴ്സ് പർച്ചേസ് ചെയ്തില്ലേ, ആ പർച്ചേസ് ചെയ്ത കോഴ്സിൽ ആ പൈസ ഡിസ്കൗണ്ടായിട്ട് യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത ഡൗട്ടാണ്, ഒരു മാസം എനിക്ക് എത്ര ഇങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും? മെയിനായിട്ട് 10 times ആണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ മാത്സ് അറിയുന്ന ആൾക്കാരാണ്, ഒരു മാസം നിങ്ങൾക്ക് എത്രത്തോളം സമ്പാദിക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന അടുത്ത പ്രധാനപ്പെട്ട ഡൗട്ടാണ്, ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു, അത് ഓക്കെ, പക്ഷേ അത് അപ്പോൾ തന്നെ അയാൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. 1 വർഷം കാലാവധി ഉണ്ട്. ആ 1 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പർച്ചേസ് ചെയ്യാം. അവർ പർച്ചേസ് ചെയ്യുമ്പം അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരുപാട് പോയിൻ്റ് കിട്ടിയാലോ, ആ പോയിൻ്റ് നമ്മൾ 1 വർഷത്തിനുള്ളിൽ റെഡീം ചെയ്തില്ലെങ്കിൽ ആ പോയിൻ്റ് നമുക്ക് നഷ്ടമാവും. അത് വൃത്തിയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് റെഫർ ആൻഡ് ഏൺ എന്ന ഒരു ഫീച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. അത് എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം സൈലം തന്നേക്കാണ്. അത് വൃത്തിയായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.